നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷമായ സംഭാഷണത്തിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. അതികഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി ജീവിത വിജയം കൊയ്ത 3 വ്യക്തികളെയാണ് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ സാധാരണ ആൾക്കാരായിരുന്നുവെങ്കിൽ തളർന്ന് ജീവിത പന്താവിൽ നിന്ന് പിന്മാറുമായിരുന്നു. പക്ഷേ പൊരുതി നേടിയ വിജയത്തിൻ്റെ പ്രചോദനവുമായിട്ടാണ് അവർ പ്രേക്ഷകരെ JB ജംഗ്ഷനിലൂടെ അഭിസംബോധന ചെയ്യുന്നത്. മാളു ഷെയ്ഖ, ഷിഹാബുദ്ദീൻ, അനീഷ് മോഹൻ 3 വ്യത്യസ്ത ധാരകളെ പ്രദാനം ചെയ്യുന്ന എന്നാൽ ജീവിത അതിജീവനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിത കഥകൾ. ഈ മൂവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. അനീഷ്, മാളു, ഷിഹാബുദ്ദീൻ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിനെ JB ജംഗ്ഷൻ്റെ വേദിയിൽ അഭിമുഖത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ 3 പേരെയും ഒരുമിച്ച് ഇവിടെ ചേർക്കുമ്പോൾ അതൊരു വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു അഭിമുഖമായി മാറുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് 3 പേരും പരസ്പരം കാണുന്നത്. ഈ 3 പേരും ജീവിത അതിജീവനത്തിൻ്റെ വലിയ അധ്യായങ്ങളാണ്. നിങ്ങൾ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. JB ജംഗ്ഷനിലൂടെയും ഒരുപക്ഷെ വലിയ വിഭാഗം പ്രേക്ഷകരോട് നിങ്ങൾ സംവദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിത ഏടുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിജീവനവും അതിൻ്റെ വഴിത്താരകളും അതിൻ്റെ നാഴികക്കല്ലുകളൊക്കെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാകാൻ പോവുകയാണ്. അനീഷ് എന്ത് പ്രത്യേകതയുള്ളൂ? അനീഷിനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകത തോന്നുന്നില്ല. എനിക്കും തോന്നില്ല കേട്ടോ. ആണ്. അന്ന് അനീഷിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പറയാം അനീഷ്. എൻ്റെ ജീവിതത്തെ 2 ആയിട്ട് തിരിക്കാൻ പറ്റി. 21 വയസ്സിന് മുമ്പും 21 വയസ്സിന് ശേഷവും. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം. കൃത്യമായി പറഞ്ഞാൽ 2009 ഒക്ടോബർ 17 ശേഷം. അതുവരെ സാധാരണക്കാരനെ പോലെ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. അനീഷിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വളരെ നോർമലാണ്. അതൊരു പക്ഷേ അനീഷ് നോർമലാക്കി എടുത്തതാണ്. മാള് നോക്കുന്നുണ്ടോ അനീഷിന്റെ? ഞാൻ വന്നപ്പോ തന്നെ കൈയൊക്കെ തൊട്ട് നോക്കി. അവിടെയാണ് ക്യാച്ച്. അപ്പൊ എന്തായിരുന്നു ഒക്ടോബർ 17 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രെയിൻ ഇറങ്ങി പാളം ക്രോസ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ എൻ്റെ കാലിലൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു. അത് ചുറ്റി ഞാൻ നേരെ പാളത്തിലേക്ക് തലയിടിച്ച് വീണ വീഴ്ചയിൽ എൻ്റെ ബോധം പോയി. ട്രെയിൻ വന്നു, എൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി. ആ സമയത്ത് എനിക്ക് ബോധമില്ല, എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല. ബോധം വരുമ്പോൾ എൻ്റെ വലത് കൈപ്പത്തി പൂർണ്ണമായും അറ്റുപോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇടത് കയ്യിലും ട്രെയിൻ കയറിയായിരുന്നു. അത് പകുതി മുറിച്ചിട്ടിട്ടാണ് പോയത്. അത് പുല്ല് ചേർത്തെടുത്താണ്. മാത്രമല്ല എൻ്റെ ഇടത് കാലും മുട്ടിന് താഴെ വെച്ച് ട്രെയിൻ മുറിച്ചു മാറ്റി. അപ്പോൾ വലത് കൈ ഇപ്പം യഥാർത്ഥത്തിൽ എന്താണ്? ഇത് ആർട്ടിഫിഷ്യലാണ്. പക്ഷേ ഞങ്ങൾക്ക് കാണുക പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. കാലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലാണ്. യഥാർത്ഥത്തിൽ അനീഷിന്റെ ജീവിതം അവിടെ തുടങ്ങാണ്. ആക്ച്വലി ഒരുപക്ഷെ 2ാം ജന്മം. ആ തീവണ്ടി കയറിയപ്പോഴാണ് യഥാർത്ഥ അനീഷ് ജീവിതം ആരംഭിച്ചത്. തീർച്ചയായും അങ്ങനെയും പറയാം. ഇതാണ് അനീഷ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിന് ഇരയാകുന്ന ഒരു വ്യക്തി പിന്നീട് ഇതുപോലെ ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുമോ എന്നുള്ള കാര്യം അത്ഭുതമാണ്. മാളുവിന്റെ കഥ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു അവാർഡിൽ കൂടെ ഞങ്ങൾ കണ്ടിരുന്നു. അനീഷ് കണ്ടിരുന്നു, ശ്രദ്ധിച്ചു കണ്ടു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അത് കണ്ട ശേഷം എത്ര പേര് വിളിച്ചു മാളു? അയ്യോ, കണ്ടമാനം ആളുകളെ വിളിച്ചു. കുറെ പേര് പറഞ്ഞു കണ്ടു, ഭയങ്കര ഇൻസ്പിറേഷനായി, കാണണം എന്നൊക്കെ പറഞ്ഞു. കുറെ ആളുകളൊക്കെ കാണാൻ വന്നു, കുറെ പേര് വിളിച്ചു, കുറെ പേര് ബുക്സ് ഒക്കെ പോസ്റ്റ് വഴി അയച്ചു തന്നു. അങ്ങനെ മാളുവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി. അതിന് മുമ്പ് ഒരു പക്ഷേ കൈരളി TV ഒരു അവാർഡ് വേദിയിലാണ് ഞങ്ങൾ മാളുവിനെ കുറേ കൂടെ സമഗ്രമായി പരിചയപ്പെടുത്തുന്നത്. വേണേ ഞാൻ കാണിച്ചു തരാം. മാളു ഷെയ്ഖ 2017 ഫെബ്രുവരി 20 വേമ്പനാട്ടുകായൽ നീന്തിക്കയറിയ ആദ്യ പെൺകുട്ടിയായി മാറിയപ്പോഴാണ് മലയാളികൾ ഇവളെ അറിഞ്ഞത്. കായലിന്റെ ഏറ്റവും വീതി കൂടിയ കുമരകം മുഹമ്മ ഭാഗം 9 കിലോമീറ്റർ ദൂരമാണ് ഈ 20കാരി കീഴടക്കിയത്. 4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. ഒരു സ്വപ്നത്തിലേക്ക് പ്രവേശിച്ചോ? ഈ അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ അവാർഡ് കിട്ടാനുള്ള അർഹത എനിക്കുണ്ടോ എന്ന് ആദ്യം വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം വിശിഷ്ട വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു അവാർഡ് മേടി. മാളുവിനെ ഞങ്ങളുടെ ചെയർമാൻ, അതായത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നടൻ
മമ്മൂക്ക കണ്ടെത്തുകയായിരുന്നു. വലിയ അതിജീവനത്തിൻ്റെ കഥയാണ് മാളു. മാളു ഒരുപാട് കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ആലുവപ്പുഴയിലേക്ക് ചാടാൻ വേണ്ടി പോയി നിന്നു. അച്ഛനും അമ്മയും പിരിഞ്ഞു, അനാഥത്വം പേറി, സഹോദരൻ അനാഥാലയത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് സ്വന്തം പ്രയത്നം കൊണ്ട് എന്തൊക്കെ നേടിയ മാളു? എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും നേടിയതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളായിരുന്നു. അതെല്ലാം ഞാൻ ഒരു അവസരമായിട്ട് എടുത്തു. വരട്ടെ, ആരെങ്കിലും ഒരാൾ പറയാൻ വരട്ടെ. ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് വളരെ സങ്കടത്തോടുകൂടി ഒരു ദിവസം ഞങ്ങളുടെ റൂമിൽ വന്നിരുന്നു. കരഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ വീട്ടുകാരുടെ ഭയങ്കര അമിതമായ നിർബന്ധം കല്യാണം കഴിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഒരു താല്പര്യവുമില്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആശ്വാസവാക്കുകളും അതുപോലെ തന്നെ കോൺഫിഡൻസും കൊടുത്തു. നിനക്കിഷ്ടമില്ലാത്ത കല്യാണമെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കേണ്ട കാര്യമില്ല, അപ്പോൾ അതിന് താല്പര്യമില്ല. അത് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ആ സംഭവങ്ങളൊക്കെ ഒന്ന് മാളു വിശദീകരിച്ചാൽ നന്നായിരിക്കും. മാളുവിന്റെ അധ്യാപകനാണ്. അതെ, എന്റെ കാരണം കോളേജ് വെച്ചാൽ അനീഷ് ഒരു അപകടത്തിന്റെ കാര്യം പറഞ്ഞു. മാളു അതിനേക്കാൾ ഒരുപാട് അപകടങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. ഞാൻ പറഞ്ഞാൽ അച്ഛനും അമ്മയും വേർപിരിയുന്നു, അതിൻ്റെ അനാഥത്വം, ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥ, വളരെ ചെറിയ വയസ്സിൽ കല്യാണം കഴിച്ച് അയപ്പിക്കാനുള്ള സംഭവം, അങ്ങനെ ആകെ പിന്നീടാണ് ഒന്ന് ഗീർ മാറ്റുന്നു. മാളുവിൻ്റെ ഉള്ളിൽ ഒരു ശക്തി കൊണ്ടെന്ന് മാളു തിരിച്ചറിയുന്നു, അല്ലേ? അതെ അതെ. പക്ഷെ അതിനിടയിൽ ആലുവപ്പുഴയിൽ പോയി. പക്ഷേ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവിടെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു കരുതലുള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് തോന്നി എന്നെ പോലെ കഷ്ടപ്പെടുന്ന കുറെ സ്ത്രീകളും കുട്ടികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, എന്നേക്കാൾ കഷ്ടപ്പെടുന്ന കുട്ടികൾ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ചെയ്യാത്തതായിട്ടൊന്നുമില്ല. കൊച്ചി നഗരത്തിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ചു നടന്നു, ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ആൾക്കാരെന്ത് പറഞ്ഞു, ചേട്ടന്മാരെന്ത് പറഞ്ഞു വേറെ പണിയില്ലെന്ന് സത്യത്തിൽ എല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്നോട് അവരങ്ങനെ ചോദിച്ചത്. പക്ഷെ എനിക്ക് ഒന്നാമത് ഡ്രൈവിങ്ങിലൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ വണ്ടികളൊക്കെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ക്രേസിന്റെ പേരിൽ ഓടിച്ചതാണ്. അങ്ങനെ ഓടിച്ച് അവസാനം ഡ്രൈവിംഗ് പഠിപ്പിക്കൽ എൻ്റെ ഒരു ജീവിതമാർഗമായിട്ട് മാറി. ഡ്രൈവിംഗ് പഠിച്ചു എന്ന് മാത്രമല്ല, ഡ്രൈവിംഗ് പഠിപ്പിച്ചു തുടങ്ങി. ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കുറെ ചേച്ചിമാരെയും ആന്റിമാരെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ മിക്കവരും ഓടിക്കുന്നുണ്ട്. ഒരാൾ വരട്ടെ. മാലുവിന് 2 കൊല്ലവും ഞാൻ പരിചയപ്പെട്ടിട്ട് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് പോയപ്പോൾ, ടെസ്റ്റിനല്ല അതിൻ്റെ ട്രയലിൻ്റെ ക്ലാസ്സിന് പോയപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചാണ് മാലുവായിട്ട് പരിചയപ്പെട്ടത്. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഒന്നും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നില്ല. ടെസ്റ്റിൽ വിജയിക്കും എന്നുള്ള കോൺഫിഡൻസ് കിട്ടിയത് മാലുവിൽ നിന്നാണ്. മാലു എൻ്റെ അടുത്തിരുന്ന് എനിക്ക് നിർദ്ദേശങ്ങൾ തരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അതാണ് എന്നിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ആ പ്രവാഹത്തിൽ എനിക്ക് ടെസ്റ്റിൽ അനായാസേന ജയിക്കാൻ സാധിച്ചു. ഇപ്പോഴും ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് വളരെ കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പള്ളിയിലും അതുപോലെ ഹോസ്പിറ്റലിൽ പെൻഷൻ മേടിക്കാൻ പോകുന്നതൊക്കെ ഇപ്പോൾ തന്നെത്താൻ ഡ്രൈവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് മാലുവിൽ നിന്നാണ്. ഈ മാളു ഡ്രൈവിംഗ് മാത്രം, മാളുവിന്റെ മുത്തശ്ശിയുടെ പ്രായമുള്ള ആളെയൊക്കെ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കും. കൂടുതലും അവരാണ് പറഞ്ഞത്. കാരണം പല ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് 60 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി, ഇനി നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേരെയൊക്കെ തിരിച്ചുവിടും. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, നമ്മുടെ മനസ്സിന് പ്രായമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കാറല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വലിയ വലിയ വണ്ടികൾ, ചെറിയ വണ്ടികൾ മാള് വിട്ടു. ഇപ്പൊ ട്രെയിലറൊക്കെയാണ് ഓടിക്കുന്നത്. വലിയ ട്രെയിലറുകളൊക്കെ ഓടിച്ചു പോകുന്ന ആളാണ്. ഒരുപാട് ഭാഷയും പഠിച്ചു. ഒരുപാട് ഡ്രൈവർമാരെ കൂടി, തെലുങ്കന്മാരുടെ അങ്ങനെ ശരിക്കും ഭാഷ പഠിച്ചത് അങ്ങനെ 6 భాష. తెలుగులో ఎంతక సంసారికం మీ దగ్గర నేనేమన్నా తెలుగులో మాట్లాడితే మీకేమన్నా అర్థమవుతుందా? വല്ല മനസ്സിലായോ ഷിഹാബുദ്ദീൻ? അനീഷ് മനസ്സിലായിട്ടില്ല. അങ്ങനെ 6 ഭാഷ എന്താ പറഞ്ഞല്ലോ. ഞാൻ താങ്കളുടെ അടുത്ത് തെലുങ്കിൽ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. ബാഗുണ്ടാരാ അങ്ങനെയല്ലേ, അങ്ങനെയുള്ള ചില വാക്കുകൾ മാത്രമാണ്. അതിനുശേഷം മാളുവിനെ ഒന്നും കൂടി പരിചയപ്പെടുത്തി ഷിഹാബിന്റെ അടുത്തേക്ക് പോകാം. മാളു ഒരു വലിയ നീന്തൽക്കാരിയായി. എന്തുകൊണ്ടാണ്? മാളു ഒരു റെക്കോർഡ് തന്നെ ഇട്ട് കഴിഞ്ഞു. വേമ്പനാട്ട് കായലിൽ നീന്തി കയറി. എത്ര കിലോമീറ്റർ ആണ്? 9 കിലോമീറ്റർ.
നീന്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സത്യത്തിൽ അത് 9 ഉണ്ടായുള്ളൂ. ഇവിടെ ആരെങ്കിലും 9 കിലോമീറ്റർ, ഇവിടെ 100 മീറ്റർ ഉള്ള സ്വിമ്മിംഗ് പൂൾ നീന്താൻ പറ്റുന്നില്ല ഈ മാർക്ക്. അന്നേരമാണ് 9 കിലോമീറ്റർ ഇവ നീന്തി കയറി. അപ്പൊ ഇനി ആലുവ പുഴയിൽ പോയി ചാടിയാലും മുങ്ങിപ്പോകും. ഷിഹാബെ 75% അല്ലേ, 75% ഡെഫിഷ്യൻസി ഉള്ള ആളാണ്. പക്ഷെ ആ 25 എന്ന് പറയുന്നത് ഒരു 100 അല്ല. വരട്ടെ. ഷിഹാബിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു പരിധിയും അനീഷ് ഷിഹാബുദ്ദീന്റെ ഈ ജീവിതം കണ്ടപ്പോൾ അനീഷ് തോന്നിയോ ഇതൊന്നും ഒരു പരിധിയില്ല, പരിമിതിയല്ല? തീർച്ചയായും തോന്നി. ഷിഹാബുദ്ദീൻ ആരൊക്കെയാണെന്നറിയോ? ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, വയലിൻ, പിയാനോ, ഡാൻസ് ഉണ്ട് അല്ലേ? കുറച്ചല്ല, നന്നായിട്ടുണ്ട്. ആ വേണം, ഇപ്പം വേണമെങ്കിൽ ഒരു നിന്ന് ഇപ്പം വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരും. ശരി, കാണിച്ചു തരട്ടെ. ഷിഹാബുദ്ദീന്റെ ജീവിതവും നിങ്ങളുടെയൊക്കെ ജീവിതം പോലെ തന്നെ ഒരു അത്ഭുതമാണ്, ഒരു മായാജാലമാണ്. ഷിഹാബുദ്ദീൻ ജനിച്ചു വീഴുന്നു, അമ്മയും അച്ഛനും ഈ പറഞ്ഞതുപോലെ വലിയ ദുഃഖത്തിലേക്ക് മാറുന്നു. കയ്യും കാലും ഇല്ലാത്തൊരു കുട്ടി. എങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിൽ 2 കാല് പോരാ, 10 കാലുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ 2 കാലില്ലാത്ത, 2 കൈയില്ലാത്ത ഒരു കുട്ടി പിറക്കുന്നു. എന്തായിരുന്നു ഷിഹാബുദ്ദീൻ ആദ്യകാലത്തെ മനസ്സിലുള്ള? ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന്. പക്ഷെ അപ്പോൾ പേടിയല്ല വന്നത്, കാരണം ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഐ എം നോട്ട് സുപ്പീരിയർ, ഐ എം നോട്ട് ഇൻഫീരിയർ, ഐ എം നോട്ട് ഈക്വൽ, ബട്ട് ഐ എം എ ഡിഫറെൻറ്റ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കിട്ടിയൊരു അവസരമാണല്ലോ, അധികം പേർക്ക് കിട്ടാത്തൊരു അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ചിന്തയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കല്ലേ, സാറിനെ കൊണ്ട് എടുപ്പിച്ച് ഇവിടെ ഇരുത്തിച്ചില്ലേ. അപ്പം അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്, ഒരു ചെറിയ സന്തോഷം അറിയിക്കാനാണ്. കാരണം കുറേ ഈ സാറുടെ പ്രോഗ്രാം ഞാൻ കാണുന്നതായിരുന്നു. കാരണം ഒരു ഇൻ്റർവ്യൂ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പോലും അറിയാതെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്റ്റൈലുണ്ട് സാർക്ക്. ഞാൻ ഷിഹാബുദ്ദീനെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിക്കും. അതെന്താന്നുള്ളത് ഷിഹാബുദ്ദീന്റെ മുഖത്ത് വിരിയുന്ന നാടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഷോ കാണുന്ന സമയത്ത് ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരിക്കലും ഇവിടേക്ക് ഇരിക്കാൻ പറ്റുമോ, എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഇരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് കാരണത്തിൽ ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇരിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം സത്യമായതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്ന പ്രേക്ഷകരോടും ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഉറപ്പായിട്ട് സ്വപ്നം കാണണം. പക്ഷെ പലരും പറയാറുണ്ട് സ്വപ്നം കണ്ടാൽ അത് നടക്കുമോ, ഞാനും കുറേ സ്വപ്നം കണ്ട് നടന്നാണ്, പിന്നെ ജീവിതം വേറെ സ്വപ്നം വേറെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വപ്നം കണ്ടിട്ട് അത് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടോ നടക്കുന്നുള്ളതിന് തെളിവായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ മമ്മൂക്കയെ കാണുന്നുള്ളൊരു സ്വപ്നവും. പിന്നെ ഈ ഒരു വേദിയിൽ ഇരുന്ന് സംസാരിക്കാൻ അതെൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു. കാരണം അത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സാറിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഇപ്പം ഞാനെടുത്ത് പിന്നെ ഷിഹാബുദ്ദീന് ഞാൻ എടുത്ത് പൊക്കി വെച്ചു എന്നുള്ളതാണ് ഷിഹാബുദ്ദീൻ പറഞ്ഞത്. ചില ഇവനെ കൊണ്ട് ഞാൻ തന്നെ പൊക്കിക്കും എന്ന് പറഞ്ഞു. മറ്റുള്ളവരെ ഒന്നും പൊക്കാൻ പറ്റിയില്ല, എന്നെ ഞാൻ പൊക്കിക്കും. പക്ഷെ ഇതൊന്നും അല്ല, വേറൊരു ഉഗ്രൻ. അപ്പൊ എന്റെ പൊക്കൽ ഇവന്റെ ഈ പൊക്കലിന് മുമ്പിൽ ഒന്നും അല്ല. മാത്രമല്ല ഷിഹാബുദ്ദീൻ മമ്മൂക്കേന്റെ പടം വരച്ചു. അപ്പൊ ആരൊക്കെ നോക്ക്, ഷിഹാബുദ്ദീൻ എന്നുള്ള വ്യക്തിയുടെ എന്താ പറയാ വൈവിധ്യമാർന്ന കലാവൈഭവങ്ങൾ, നല്ലൊരു രചന, ഒരു ചിത്രരചന കൂടി നടത്തി. മമ്മൂക്കയുടെ പടം വരച്ചു കൊണ്ട് കൊടുത്തു, മമ്മൂക്ക എടുത്ത് ഉയർത്തി. ഷിഹാബുദ്ദീൻ ഈ കലകളും കഴിവുകളൊക്കെ ഒരുപക്ഷെ ഈ ചെറിയ ശരീരത്ത് കുടികൊള്ളുന്നു പറയുമ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു എന്താ പറയുക മനസ്ഥൈര്യം, അതാണ് ഒരു പക്ഷേ ഷിഹാബുദ്ദീനെ വ്യത്യസ്തനാക്കുന്നത്. വരട്ടെ ഒരാൾ.
മദ്രസ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ MIT ബൈക്കിൻ്റെ ബോക്സിൽ നിന്ന് ശിഹാബിദിൻ്റെ ഉപ്പ ശിഹാബിദിനെ വരാന്തയിലേക്ക് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതൊരു മനുഷ്യജീവിയാണെന്ന്. ഞാൻ അടുത്തുള്ള ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എന്താണ് അദ്ദേഹം ആ ബോക്സിൽ നിന്ന് എടുത്തു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അതൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നീടാണ് ശിഹാബുദ്ദീനെ ഞാൻ പരിചയപ്പെടുന്നതും ഇന്ന് നാട്ടിലെങ്ങും അറിയപ്പെടുന്ന ഒരു പ്രചോദനാത്മക പ്രഭാഷകനായിട്ട് ശിഹാബുദ്ദീൻ മാറിയിരിക്കുകയാണ്. ഈ ഒരു വളർച്ചയിൽ അബൂബക്കർ എന്ന ഉപ്പയുടെയും ഹൈജാബി എന്ന ഉമ്മയുടെയും പങ്ക് എന്താണ് എന്ന് ഒന്ന് വിവരിക്കാമോ? സജിമാഷാണ്. ഞാൻ ആദ്യമായിട്ട് സ്കൂൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാഷ് കാരണമാണ്. പിന്നെ ശരിക്കും സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാം ക്ലാസ് മുതലാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്കൂൾ എന്താ 8ാം ക്ലാസ്സിലാണ് ആദ്യം പോയി ചേരുന്നത്. എന്ന് സ്റ്റുഡന്റ് ആയിട്ട് 7 വരെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ പഠിക്കണം എന്നൊക്കെ തോന്നിപ്പിച്ച മാഷായിരുന്നു. അത് ഭയങ്കര സന്തോഷം. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം എന്താണ് കാണുന്നത് സാറെ. അപ്പോൾ ഉമ്മയുടെ എപ്പോഴും സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം പഠിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഞങ്ങളുടെ വീട്ടിലെ 5ാമത്തെ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ 4 കുട്ടികളെല്ലാം ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ 5 കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഒരു ആർഭാടാണല്ലോ. എല്ലാവർക്കും 2-3 കുട്ടികളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 4 കുട്ടികളെല്ലാം ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടായിട്ടും 5ാമത്തെ ഒരു കുട്ടി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അത് എന്നെ വളർത്താൻ അവർ കാണിച്ചൊരു തൻ്റെയിടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ 4 കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം, ഒരു എക്സ്ട്രാ കെയർ എനിക്ക് അധികം തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അതോട് ഞാനും ഈക്വൽ ആണെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. എപ്പോഴാണ് താഴേക്ക് ഇറങ്ങിയത്? കുറേ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ നടക്കാൻ പഠിക്കുന്നത്. പക്ഷേ ലേറ്റ് ആകുമ്പോൾ എന്തായാലും ലേറ്റസ്റ്റാ വരണം എന്നാണല്ലോ. നടക്കാൻ പഠിച്ചാൽ പിന്നെ വീണ് പോയിരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ പറയും കുറേ വീണിട്ടാണ് നടക്കാൻ പഠിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ നടക്കാൻ തുടങ്ങിയതിന് ഒരിക്കലും വീഴുന്ന ഉറപ്പുള്ളതുകൊണ്ട് കുറേ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തൊരു 5 വയസ്സൊക്കെ ആയതിന് ശേഷം നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സാവധാനം അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹം പറയുന്ന സമയത്ത് ഇപ്പോഴുടെ ബൈക്കിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകുന്നത്. ഉപ്പയ്ക്ക് മീൻ കച്ചവടമായിരുന്നു ആ സമയത്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടാക്കും, തിരിച്ച് കച്ചവടത്തിന് പോകും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ ഉമ്മനെ കൊണ്ടിട്ട് സ്കൂളിലേക്ക് വരും. ഉച്ചയ്ക്ക് ഭക്ഷണം വാരി തന്ന് തിരിച്ചിട്ട് ഉമ്മനെ വീട്ടിലാക്കും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വീണ്ടും തിരിച്ച് തന്നെ കൊണ്ടുവന്നു. ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കണേ? അല്ല, എനിക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും ഭക്ഷണമൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കോളേജിലെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ അങ്ങനെ കൈ കൊണ്ട് കഴിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സങ്കടം. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് അവരാണ് ഭക്ഷണം വാരി തരുന്നത്. അത് വലിയൊരു ഭാഗ്യം. 26 ഗേൾസാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ അത്രയും പെൺകുട്ടികളുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഭക്ഷണം ചോറ് വാരി വെപ്പിക്കാനുള്ള ഭാഗ്യം. അതാ അപ്പൊ ശിഹാബുദ്ദീൻ 2 കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ശിഹാബുദ്ദീന് ജീവിതം തുടക്കം മുതൽ എങ്ങനെയാണ്? പക്ഷെ അനീഷ് എങ്ങനെയില്ല. ഒരു പെടുന്നതിനെ ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുക. അതായത് ഈ പറഞ്ഞ പോലെ ഉണർന്നപ്പോൾ ഒരു കാലുമില്ല, ഒരു കൈയുമില്ല. അതുവരെ പരിപൂർണനായിരുന്ന അനീഷ് ഈ പറഞ്ഞ കാലും കൈയും ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. ഷോക്ക്ഡായിരുന്നു. ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ തയ്യാറല്ല മനസ്സ് ഒട്ടും തന്നെ. കാരണം അതൊരു ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ കണ്ണ് തുറക്കുമ്പം അമ്മ മുന്നിൽ നിൽക്കുക. അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് തുന്നിച്ചേർത്തുന്ന ഈ സംഭവങ്ങൾ കൈയും കാലും തുന്നിച്ചേർത്തെന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ കൈ കിട്ടിയോ എന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അപ്പം കൈ തിരിച്ച് കിട്ടിയോ? കാരണം എനിക്ക് എൻ്റെ ദേഹം കാണാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കട്ടിലെ കഴുത്ത് അരിച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു. അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ അത് മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ കാല് തിരിച്ച് കിട്ടിയോ? അപ്പം കരഞ്ഞു പറഞ്ഞു, ഇല്ലടാ അതും കംപ്ലീറ്റ് മുറിച്ച് മാറ്റി. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മ അതിൻ്റെ ബാക്കിയുള്ളതിലും തുന്നിച്ചേർത്തങ്ങ് വെക്കാൻ മേലാഞ്ഞു. അപ്പം നീളം കുറയുന്നില്ല, ഉള്ള വെച്ച് നടക്കാൻ പറ്റുന്നു. അപ്പോൾ പറഞ്ഞു അതെല്ലാം വേറെ കഷ്ണമായി പോയായിരുന്നു പറയും. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ വാക്ക് എനിക്ക് ജീവിക്കേണ്ടെന്ന് തന്നെയാണ്. എന്നെ അങ്ങ് കൊന്നു കളയാവോ, രാഷ്ട്രപതിയോട് പറഞ്ഞ് ദയാവധം മേടിച്ച് എന്നെ കൊല്ലാവോ എന്ന് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ ചങ്കുകൂട്ടി എൻ്റെ ദേഹത്തോട്ട് വീണ് കരഞ്ഞ് എന്നിട്ട് എൻ്റെ ചെവി വന്നിങ്ങനെ അമ്മയുടെ ചുണ്ട് വന്നിരിക്കും. എന്നിട്ട് അമ്മ പറഞ്ഞത് എല്ലാ അമ്മമാരും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വാക്കാത്. അത് ഞാൻ അവിടെ എല്ലാ ക്ലാസ്സിലും അത് പറയും. എന്നൊക്കെ കുറവുണ്ടെങ്കിൽ ശരി, എൻ്റെ മരണം വരെ എനിക്ക് നിന്നെ വേണം, നിന്നെ ഞാൻ വിട്ടുപോകത്തില്ല. എനിക്ക് ഏതവസ്ഥ നീ കിടന്നാലും എനിക്ക് എൻ്റെ മരണം വരെ നിന്നെ കാണാൻ കിട്ടിയേ പറ്റുന്ന നമ്മൾ അലറുമായിരുന്നു. ശരിക്കും ആ ഒരു കരച്ചിലാണ്, ആ ഒരു അമ്മയുടെ ഒരു വേദന ആണ് തിരിച്ചു വരാനൊരു ഭാഗമാണ്. ആ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ,
അനീഷ് പറഞ്ഞ വാക്കുകൾ കേട്ടാ? കേട്ടു. അന്നത്തെ അനീഷ് അല്ല ഇന്നത്തെ അനീഷ്. അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഈ നിലയിൽ എത്തിയ ഈശ്വരനോട് എനിക്ക് 100 നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു ഈ നിലയിലാക്കാൻ. തിരിച്ചു കൊണ്ടുവരണം എന്നൊരു വലിയ വാശിയായിരുന്നു, വലിയൊരാഗ്രഹമായിരുന്നു. അതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു കൈയും കാലും ഇല്ലാതെ മകൻ ആശുപത്രി കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപക്ഷെ അത് ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ? എന്തോ ഒരു എനിക്കറിയില്ല, എവിടുന്നോ ഒരു ധൈര്യം. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം കരയുകയില്ല, ബാക്കി ബാത്റൂമിലും അവിടെ എല്ലാം പോയിരുന്ന് കരഞ്ഞ് എൻ്റെ സങ്കടം അവിടെ കൊണ്ട് തീർത്ത് കൊച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ സന്തോഷമായിട്ട് അവനെ നമുക്ക് ജീവിക്കണം, വാശിയോടെ ജീവിക്കണം എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും അവൻ്റെ കൂടത്തിൽ അവൻ്റെ ഒപ്പം നിന്ന് ഇവിടം വരെ എത്തി. അമ്മ ചെവിയിൽ ആ ഒരു വലിയൊരു നിലവിളി, ആ കരച്ചിലാണ് ഒരുപക്ഷെ അനീഷിനെ തിരിച്ച് ഒരു ആത്മവീര്യം. ഞാൻ പിന്നെ ഒരു വാക്കും കൂടെ പറഞ്ഞു, മോനെ നിനക്കൊരു കൈയും കാലും അല്ലേ പോയിട്ടുള്ളൂ, നാക്കിനോ തലയ്ക്കോ തകരാറൊന്നുമില്ലല്ലോ, നാക്കുകൊണ്ട് നിന്റെ സംസാരം കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അനീഷ്. ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം കൊടുക്കുന്ന, ഒരുപക്ഷെ എത്രയോ ആൾക്കാരെ അവരുടെ നിരാശയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു എന്താ പറയുക, വലിയ നാവിൻ്റെ ഉടമയാണ്. തീർച്ചയായും അമ്മ പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഞാനിതിനു മുമ്പ് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഇതുപോലെ സംസാരിക്കത്തേ ഇല്ല. എനിക്ക് സ്റ്റേജിൽ കയറിയ ഭയങ്കരമായിട്ട് പേടി, വിറയ്ക്കും. ഞാൻ ആകപ്പാടെ സ്റ്റേജിൽ കയറുന്ന ഐറ്റം ഒന്ന് ടാബ്ലോ, 2 സമൂഹഗാനം, അതും സൈഡിലേ നിർത്തത്തുള്ളൂ, ഏറ്റവും അറ്റത്ത് ഒച്ചയൊക്കെ. അങ്ങനെ വളരെ ഒതുങ്ങി നിന്ന് ആഗ്രഹമുണ്ട്, സ്റ്റേജിൽ കയറണമെന്നും പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. രണ്ടും കൽപ്പിച്ചൊക്കെ കയറും, ചീറ്റിപ്പോവും പരിപാടി. അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു ഫീൽഡല്ല എന്ന്, ഫീൽഡ് മീൻസ് എൻ്റെ ഫീൽഡല്ല, സംസാരിക്കുക എന്നുള്ള എൻ്റെ ഫീൽഡെല്ലാം തീരുമാനിച്ച ഒരാൾ. അപ്പോൾ ഞാൻ അമ്മയോട് അന്ന് ചോദിക്കുന്നു, ഞങ്ങളെ ശരിക്കും ആശാരിമാരാണ്. ഞാൻ അമ്മയോട് ചോദിച്ചാൽ വാക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മേ ഒരു ചുറ്റിക എടുത്തിട്ടൊരു ആണി പോലും എന്നെ കൊണ്ട് തറയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് കയ്യുമില്ല കാലുമില്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുന്നത് വെച്ചപ്പോൾ അമ്മ അന്ന് പറഞ്ഞ വാക്ക് ഇതാണ്, നിനക്ക് കയ്യും കാലും നഷ്ടപ്പെട്ടാലും നിൻ്റെ നാവ് നിനക്ക് നഷ്ടമായിട്ടില്ല, ഈ നാവ് കൊണ്ട് ആൾക്കാർക്ക് നന്മ പറഞ്ഞു കൊടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് അമ്മ പറഞ്ഞത്. അതുവരെ സ്റ്റേജിൽ കയറാൻ ഭയപ്പെട്ടിരുന്ന, മടിച്ചിരുന്ന, അറച്ചു നിന്നിരുന്ന അനീഷ് ഇന്ന് സംസാരിക്കൽ മാത്രമല്ല നല്ല ഗായകനും കൂടിയാണ്. ആ ബൈക്ക് എടുത്തൊരു പാട്ടങ്ങ് പാടിക്കാൻ വേണ്ടി. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. ഒരു കൈയും കാലും പോയപ്പോഴാണ് ഒരുപക്ഷെ മനസ്സിൽ ധൈര്യവും നിശ്ചയദാർഢ്യവും കുറേയും കൂടി വർദ്ധിച്ചത്. തീർച്ചയായും അതൊരു വേറെ തരത്തിൽ പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലാതായി മാറി എന്നുള്ളത്. അതായത് ശരിക്കും അതിന് മുമ്പുള്ള ഞാനെന്നുള്ളതും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിക്കുക മീൻസ് ഒത്തിരി കാലിബറുള്ള വ്യക്തിയല്ല, പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചെടുത്തൊക്കെ ഓൾമോസ്റ്റ് ടോപ്പ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. മാർക്ക് കുറവാണ് അതിന്. ഇവൻ ഞാൻ പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കോളേജ് ടോപ്പറായിട്ടാണ് 4ാം റാങ്കോട് കൂടിയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിൻ പോളിടെക്നിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ കാണാതെ പഠിച്ചു, അങ്ങനെ മാത്രം ചെയ്തു പോകുന്ന. അപ്പം എൻ്റെ പാഷൻ ഇതാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന മേലേക്ക് വരാമെന്നോ ഒന്നും അറിയത്തില്ല. ഒരു കാണാതെ പഠിച്ചു പോകുന്നൊരു വ്യക്തി മാത്രം. ആക്സിഡൻറ്റിന് ശേഷം തിരിച്ചു വരാൻ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് വെച്ചാൽ മീൻസ് ഞാൻ പല സ്ഥലങ്ങളിൽ ജോബിന് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന റെപ്യൂട്ടഡ് പല ഫേം, കാരണം എനിക്ക് റാങ്ക് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടൊരു കോഴ്സാണ്. അപ്പോൾ ജോബിന് അന്വേഷിക്കുമ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൈയില്ലാത്ത നീ എങ്ങനെ ഒരു സ്പാനർ പിടിക്കും അല്ലെങ്കിൽ ഒരു പ്ലെയർ പിടിക്കും? ഞാൻ ഡിപ്ലോമക്കാരനാണ്. പല കമ്പനിയിൽ നിന്ന് റിജക്ട് ചെയ്തപ്പോൾ അവസാനം ഞാൻ കോട്ടയത്തുള്ളൊരു ബേക്കറി പോയി ചോദിച്ചു, ഞാൻ സാധനം എടുത്തു കൊടുത്താൽ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ച ചോദ്യം ഇതാണ്, കൈയില്ലാത്ത നീ സാധനം എടുത്തു കൊടുത്താൽ ആൾക്കാർ എങ്ങനെ മേടിക്കാനാണ്? പുള്ളിക്ക് എന്നോട് സ്നേഹമുണ്ട്, അങ്ങനെ ഒരിക്കലും പുള്ളി ചിന്തിച്ചില്ല. കയ്യില്ലാത്ത നീ എങ്ങനെ ചെയ്യും? അതാണ് ചോദ്യം വന്നത്. ശരിക്കും ന്യായമായ ചോദ്യമാണ്. അപ്പം മുമ്പോട്ടൊരു ഓപ്ഷൻ ഇല്ല, ജോലിക്ക് മാർഗ്ഗമില്ല. ഡിപ്ലോമ എനിക്ക് ഇതായി മാറി. മാത്രമല്ല ഞാനൊരു ചെണ്ടകൊട്ട് കലാകാരനായിരുന്നു, ഉണ്ടായിരുന്നു. എൻ്റെ ആശാൻ 4 മാസം കൊണ്ട് എന്നെ അരങ്ങേറ്റിയതാണ്. ചെമ്പട മേളം, പഞ്ചാരി, ശിങ്കാരി, പിന്നെ ഒറ്റ എന്നുള്ള ഒരാൾ വരുന്നു. നോക്കട്ടെ. അനീഷിനെ വളരെ കാലം മുമ്പ് അറിയാം, സോഷ്യൽ മീഡിയ തന്നെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ വിളിച്ച് സുഹൃത്തായി. സാധാരണക്കാരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് സ്വയം ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അപ്പോൾ എനിക്ക് അനീഷിനോട് ചോദിക്കാനുള്ളത്, ഈ വീണ് കിടന്ന ഒരു സമയമുണ്ട്, അവിടെ നിന്ന് ഈ ജീവിത വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഊർജം എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് പോയിന്റ് ആയിരുന്നു അനീഷ്? അതായത് എനിക്കിത് ജീവിതം ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല, നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ഇത് എത്തിപ്പിടിക്കാനുള്ള ഒരുപാട് വിജയങ്ങളുണ്ട് എന്ന് എപ്പോഴാണ്, ഏത് പോയിന്റിലാണ് തോന്നിയത്?
ശരിക്കും ആ ഒരു ചോദ്യത്തിന് ഉത്തരം അമ്മ തന്നെയാണ്. അമ്മയാണ് കാരണം അമ്മയും അച്ഛനും ചേട്ടനും. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എന്നെ കാണാൻ വന്നു. അപ്പോൾ ചേട്ടൻ കാണാൻ വരുമ്പം ഇങ്ങനെ എല്ലാം മുറിഞ്ഞ് എല്ലാം കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് കയ്യെ പിടിക്കാൻ പറ്റത്തില്ലാത്തൊരു ചേട്ടൻ മാറി ചേട്ടൻ പറഞ്ഞൊരു വാക്കിതാണ്, എടാ നിൻ്റെ വലത് കൈയായിട്ട് ഞാനിനി നിന്നോളാം, എൻ്റെ കൂടെ ഞാൻ ജീവിച്ചോളാം, ഞാൻ വിവാഹം പോലും കഴിക്കില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ സമയത്ത് ഞാനിങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചു. ഞാൻ അതുവരെ ചിന്തിച്ചത് എൻ്റെ വേദന മാത്രം. അമ്മയോട് മരിക്കണം എന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ വേദന ഞാൻ കണ്ടുള്ളൂ. ഞാൻ തിരിച്ച് ചിന്തിച്ചു, അപ്പം എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും അനുഭവിച്ച ബുദ്ധിമുട്ടോ അവരനുഭവിക്കുന്ന വേദന ഞാൻ തിരിച്ച് ചിന്തിച്ചു. ആ ഒരു സമയത്താണ് തിരിച്ചു പറഞ്ഞൊരു ആഗ്രഹം തോന്നിയത്. പക്ഷേ എന്നാലും ആ ഒരു കാലഘട്ടം കടന്നു പോകുമ്പം ഈ വേദനകൾ വരുമ്പോൾ വീണ്ടും വീണ്ടും പുറകോട്ട് പോകും. അമ്മ ഞാൻ മരിച്ചോട്ടെ എന്ന് ഞാൻ അമ്മയുടെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചോദിച്ചപ്പം എൻ്റെ സുഹൃത്ത് ഉണ്ണിയാണ്. ഉണ്ണി ശരിക്കും വീൽ ചെയറിലാണ്. ഉണ്ണിക്കൊരു അപകടം ഉണ്ടായി, നടുവ് തളർന്ന് വീൽ ചെയറിലാണ് ആൾ ജീവിക്കുന്നത്. ഒരു എഴുത്തുകാരാണ്, ഓൺലൈൻ എഴുത്തുകാരാണ്, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റത്തില്ല വീൽ ചെയറിൽ നിന്ന്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെയുള്ളത്. അപ്പം ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു സമൂഹത്തിനോട് പറയാൻ പറ്റുന്ന നല്ല മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നുകയാണ്. എനിക്ക് ഇതിനെ തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ കാരണം സ്വപ്നങ്ങൾ മാത്രം. ഇപ്പം ഇവിടെ ഷിഹാബുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ നല്ലൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട്. ആ സ്വപ്നം രസകരവുമാണ്. എൻ്റെ നെയ്ബറായിട്ടുള്ള ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനും ലൂക്ക് എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും വൈകുന്നേര സമയം എന്നെ കാണാൻ വരും. മീൻസ് വൈകുന്നേര സമയം എന്നുള്ളത് ഞാൻ ഇരുന്ന് കരയുന്ന സമയം മാത്രമേ, ഇരുന്ന് ചങ്ക് പൊട്ടി കരഞ്ഞ് മടുത്തിരിക്കും. ഇവർ ജോലി കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കാനായിട്ടിരിക്കും. അപ്പോൾ ഈ ബിനോജിയൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അനീഷേ നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്കിത് ആർട്ടിഫിഷ്യൽ കാല് വെക്കാൻ പറ്റും, വെച്ച് കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഞാൻ അനീഷ് എവിടെ പറയുന്നു അവിടെയെല്ലാം ബൈക്കേ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ എവിടെ കൊണ്ടുപോകും? അന്ന് ഞങ്ങളവിടെ വളരെ കുറച്ച് ദൂരമുള്ളൂ, തണ്ണീർമുക്കം ബണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല, കുമരകം ഞാൻ കാണാൻ പോയിട്ടില്ല അതിന് മുമ്പൊന്നും. അപ്പം കുമരകം കാണിക്കാം, തണ്ണീർമുക്കം ബണ്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ ബൈക്കേ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ബിനോദിന് ബൈക്ക് ഓടിക്കാൻ അറിയാവോ? ഇല്ല. ബൈക്കുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ? അനീഷിന് വേണ്ടി ഞാനത് പഠിക്കും, ഞാൻ ബൈക്ക് മേടിക്കും, ഓടിക്കും. അദ്ദേഹം അത് പറഞ്ഞ് ആ ഒരു സാധനം, അതായത് ഈ ഓടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയുടെ മൊബിലിറ്റി നഷ്ടമാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം. കൊണ്ടുപോകാമെന്ന് ബിനുവേട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കാല് വെക്കാൻ ഞാൻ തയ്യാറായി. കാല് വെച്ച് നടന്നു തുടങ്ങി. ഇതിൻ്റെ രസകരമായ ഫാക്ട് എന്നുള്ളത്, ഞാൻ കാല് വെച്ച് സൈക്കിൾ ഓട്ടാൻ ഞാൻ പഠിച്ചു. രാജ്യത്തിൽ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. സൈക്കിൾ ഓട്ടാൻ ശരിക്കും സൈക്കിൾ ഓട്ടിൽ എൻ്റെ ഗുരുനാഥൻ എൻ്റെ അനിയച്ചാര ഹരികൃഷ്ണൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇരിപ്പുണ്ട്. സൈക്കിളിൽ തന്നെയായിരുന്നോ? ശരിക്കും ഇദ്ദേഹം സൈക്കിളോട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ മാറിയായിരിക്കും കാരിയറായിട്ട് എന്നെ വെച്ചുകൊണ്ടിരുന്നത് ഭാവി. അപ്പോൾ ഞാൻ ഞാൻ പറയുകയും കാലിൽ രണ്ടും വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പം കുറേ അങ്ങ് ഓടിച്ച് നന്നപ്പം പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, കുറേ നാളായാലും എന്നെ തള്ളിക്കൊണ്ട് നടക്കും, നിങ്ങൾ കുറച്ച് പശായി, നീ ചേട്ടായി കയറിക്കും, ഞാൻ തള്ളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ കയറി ഇരിക്കാൻ മാത്രമേ ഉള്ളൂ, കാല് അകത്ത് പിടിക്കും, ഇവൻ ചേട്ടാ പെടലെ കാല് വെച്ചങ്ങ് തള്ളിക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുകൂടെ ഉണ്ട്, അഭിഷേക് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരത്തെ എൻ്റെ വരുമാനം ട്യൂഷനാണ്. അപ്പോൾ ഇവർ രണ്ടുകൂടെ എന്നെ തള്ളി ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇവരുള്ള വാസുഖത്തിന് ഞാനും അങ്ങ് പയ്യെ കാലൊക്കെ ചവിട്ടാൻ തുടങ്ങി. ഒരു ഘട്ടം എത്തിയപ്പം ഇവർ നല്ല പണി ഒപ്പിച്ചു, അത്യാവശ്യം നല്ല ഇറക്കാം. ഇവർ രണ്ടുകൂടെ കൈ അങ്ങ് വിട്ടു. ഞാൻ വിചാരിച്ച സത്യവരുണ്ടെന്നാ. ഞാൻ ആ സ്പീഡിൽ അങ്ങ് ചവിട്ടിപ്പോയി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ആക്ച്വലി ഞാൻ ചിത്തുന്നത് അത് സ്പാർക്കാണ്. പറ്റും ഒരു സ്പാർക്ക് വന്നപ്പോൾ പുഷ് കിട്ടിയാൽ മതി. അങ്ങനെയാണ് ഞാൻ സൈക്കിളോട്ട് പഠിച്ചു, ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, കാർ ഓടിക്കാൻ പഠിച്ചു, ലൈസൻസ് എടുത്തു വിത്തൗട്ട് മോഡിഫിക്കേഷൻ. കൈ വഴങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. മനസ്സ് വഴങ്ങുമ്പോൾ ബാക്കി ശരീരം വഴങ്ങും. ഓക്കെ സാറേ. അപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പം രസകരമായ ഫാക്റ്റ് എന്നുള്ളത്, ഞാൻ ഇത്രയും കേടിയ ശേഷവും ബിനോയ് ചേട്ടൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ടില്ല. അദ്ദേഹം വളരെ റീസെൻ്റ് ആയിട്ടാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ വിവാഹം കഴിച്ച് മിടുക്കനായിട്ട് ജീവിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള ഫാക്റ്റ് എന്നുള്ളത്, അന്ന് അദ്ദേഹം പറഞ്ഞത് നുണയായിരുന്നു ആ സ്വപ്നം. പക്ഷെ ആ നുണ വേണമായിരുന്നു എന്നെ തിരിച്ചു കൊണ്ടുവരാൻ. സോ അവിടെ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്പാർക്ക് കിട്ടുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ എവിടെ വേണേലും എത്തിക്കാൻ പറ്റും. അനീഷിന്റെ ജീവിതത്തിൽ അമ്മയുടെ സ്പർശം, ജ്യേഷ്ഠന്റെ സ്പർശം, ഒരുപാട് ആൾക്കാരുടെ സ്പർശമുണ്ട്. പക്ഷെ ആ സ്പർശം ഉപയോഗിച്ച് ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ അനീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് അനീഷിന്റെ വിജയം. മാളുവിന്റെ ജീവിതത്തിൽ ആരായിരുന്നു ഒരു സ്പർശമായിട്ട് വന്നത്? എന്റെ ജീവിതത്തിൽ ദൈവം തന്നെയാണ് സ്പർശം. വേറെ അങ്ങനെ ചെറിയ ആളെയൊന്നും മൂപ്പർക്ക് വേണ്ട. ദൈവം തന്നെയാണ് സ്പർശം. പറഞ്ഞ പോലെ ആത്മഹത്യയുടെ വക്കിലൊക്കെ നിന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആത്മഹത്യ വെള്ളത്തിൽ ചാടി ആത്മഹത്യ വേദന ഉണ്ടാവില്ലല്ലോ, എനിക്ക് വേദന ഇല്ലാണ്ട് മരിക്കണമെന്നായിരുന്നു. ഓ, അങ്ങനെ ഉണ്ടല്ലേ? വെള്ളം കുടിച്ച് പുതിയൊരു അറിവാണ്. ഞാൻ വിചാരിക്കണത് ശരിയാട്ടോ, ഇതൊക്കെ ബ്ലേഡൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ
പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മരണപ്രാളം ഉണ്ടാവില്ലേ? അപ്പൊ ചോരയൊന്നും വേണണ്ടല്ലോ. ആ, ചോരയില്ലാതെ മരിക്കാൻ പറ്റും. ആ, അങ്ങനെ പുതിയ പുതിയ കണ്ടെത്തലുകളാണ്. എന്തായിരുന്നു ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ കാരണം? എനിക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പലതും എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യണം, എനിക്ക് പഠിക്കണം, എനിക്ക് ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എവിടെ നിന്നൊക്കെയോ എനിക്ക് അത് പറ്റാത്തൊരവസ്ഥ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്താ ചെയ്യണ്ടേന്ന് നിൽക്കണ ഒരവസ്ഥയിൽ അന്ന് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ദൈവത്തിന്റെ രൂപത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തിയെ പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. പറയില്ല. ഇല്ല, കാരണം വേറെ ഒന്നല്ല. ഇവിടെ ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയാമെന്നുള്ള ഒരു ഗ്യാരണ്ടിയിലാണ് മാള് വന്നിരിക്കുന്നത്. വാക്ക് മാറ്റുവാണ്? ഇല്ല, അങ്ങനെ എന്താണ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞത്? എന്താ കുഴപ്പമില്ല? അങ്ങനെ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നുള്ളത്. അപ്പൊ കാരണം എന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ വെറുതെ ജനിച്ചു മരിച്ചു അതിലൊന്നും കാര്യമില്ല മാളു. നമ്മൾ ജീവിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക്, നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടി എന്നതിനേക്കാൾ നമുക്ക് എന്ത് സമൂഹത്തിൽ കൊടുക്കാൻ പറ്റി, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കണം. ആ വ്യക്തിയുടെ വാക്കുകൾക്ക് ശേഷമാണ് തിരിച്ച് ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഞാൻ അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു. എനിക്ക് പല കാര്യങ്ങളും, പിന്നെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായി. അപ്പൊ എനിക്ക് തോന്നി, ആദ്യമൊക്കെ തോന്നി എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വിചാരിച്ചു, കുറെ ആഗ്രഹിച്ചു, കുറെ സ്വപ്നം കണ്ടു, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കാണുന്ന സ്വപ്നത്തെ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് അവിടെ വിജയം കിട്ടൂ. അതെ, വിടാൻ പാടില്ല, എല്ലാത്തിന്റെയും പുറകെ ഓടിക്കണം. വരട്ടെ. അത്താണി സെന്റ് ആന്റണീസ് പള്ളിയിലേക്ക് ഒരു ദിവസം മാളു കടന്നു വന്നു. മാളുവിൻ്റെ ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നോട് പങ്കുവെച്ചു. മാളുവിൻ്റെ ആവശ്യം ഇതായിരുന്നു. മാളു ഒത്തിരി ഹോസ്റ്റലുകളിൽ പ്രവേശനം ലഭിക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആരും അവളെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ റൊസാരിയായി സംസാരിക്കുകയും മാളുവിനെ അവിടെ അഡ്മിഷൻ ലഭിക്കുകയും ഉണ്ടായി. ഈ ഫാദറാണ് മാളുവിനൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത്, അല്ലേ? അതുവരെ മാളുവിന് എവിടെ താമസിക്കണം എന്നറിയില്ല. ഒരു ഹോസ്റ്റലിൽ മാളുവിനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല. നിങ്ങൾക്കെല്ലാം സ്വന്തം ഉറ്റവര്, ആ കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാതാകുമ്പോൾ വലിയൊരു അംഗഭംഗമാണ് സംഭവിക്കുന്നത്. അതൊരു പെൺകുട്ടിയാകുമ്പോൾ. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു, എന്താ പറയാ, ഒരു റെക്കമെൻഡേഷനാണ് മാളുവിന് ഒരു മേൽവിലാസം ഉണ്ടായി കൊടുത്തത്. കാരണം നേരത്തെ വന്നൊരു അമ്മിണി ടീച്ചർ സംസാരിച്ചു. ടീച്ചറെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനാണ്. അപ്പൊ ആ ടീച്ചർ പള്ളിയിലെ ഇടവകയിലുള്ളതാണ്. അങ്ങനെ ടീച്ചർ വണ്ടി ഓടിച്ചു പോകുമ്പോ ഇങ്ങനെ ഫാദർ കണ്ടിട്ടാണ് ഫാദർ എന്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വന്നത്. അങ്ങനെയാണ് ഞാനും അച്ഛനും തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് പലരും വീഴ്ത്തിയത്. അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ വിവാഹാലോചന അങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് അന്ന് വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പല ഹോസ്റ്റലുകളും അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെയൊക്കെ പറഞ്ഞത് പാരന്റ്സ് വേണം കൂടെ. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ സമൂഹമാണ്, ഒരു പെൺകുട്ടി, ഒരു 20 വയസ്സായ പെൺകുട്ടി വന്നിട്ട് ഒരു ഹോസ്റ്റലിൽ ചോദിക്കുമ്പോൾ എന്തുറപ്പില്ല ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. അപ്പൊ ഞാനിങ്ങനെ ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എനിക്കൊരു ഹോസ്റ്റൽ എവിടെയെങ്കിലും ഒപ്പിച്ചു തരണം, കാരണം അച്ഛനൊക്കെ ആവുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഫാദർ വന്ന് കോൺവെന്റിലെ റൊസാരിയ സിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഫാദർ പറഞ്ഞൊരു കാര്യമാണ്, മാള് വന്ന് സിസ്റ്ററിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ മതി, സിസ്റ്റർ എന്തായാലും തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന് വിചാരിച്ചു അവിടെ ചെന്നു. സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോ സിസ്റ്റർ പറഞ്ഞു മാളു പോരേന്ന് പറഞ്ഞു. സിസ്റ്ററിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചോ? ഇല്ല, സിസ്റ്ററിന് ഡ്രൈവിംഗ് അറിയാം. ഇല്ല, ആ കോൺവെന്റിലെ വേറെ സിസ്റ്ററെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു എന്നാ പോരേന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അന്ന് തന്നെ ഞാൻ ആ ഹോസ്റ്റലിൽ വരികയായിരുന്നു. അപ്പൊ ഫാദർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഹോസ്റ്റലിലേക്ക് വരാൻ പറ്റില്ല, എന്താവും എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ദൈവം പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് പല രൂപത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ എത്തുക. ശിഹാബുദ്ദീൻ,
വൈകി പഠിക്കാൻ പോയെങ്കിലും മിടുക്കനായിരുന്നു. പലരും തോൽപ്പിച്ചു. വലിയ ഉയർന്ന ശതമാനം മാർക്കിലാണ്. എവിടെ എത്തിയെന്ന് ഇപ്പോൾ പറ ഷിഹാബുദ്ദീൻ? ആൾക്കാർ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് കുറച്ച് സമയമല്ലേ പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. 3 വർഷമാണ് റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ 10 വർഷം പഠിച്ച് ബോറടിച്ച കുട്ടികളല്ലേ. അതുകൊണ്ട് അവർ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കിനും അവർക്ക് മടുപ്പ്. 10 വർഷം പഠിച്ച് ബോറടിച്ചുകൊണ്ട് 3 വർഷം പഠിച്ച് അദ്ദേഹം 10ാം ക്ലാസ് പെട്ടെന്ന് പാസ്സായി കേട്ടാ. ഇവിടെയൊക്കെ 15 വർഷം പഠിച്ചിട്ട് പാസ്സാകാത്ത വിദ്വാന്മാരോട് ഇവരൊക്കെ മിടുക്കന്മാരാകട്ടെ. വെറുതെ ഞാൻ പറഞ്ഞ വരട്ടെ ഒരാൾ. ഹായ് ഷിയാം, +2 ഡിഗ്രി ആണ് ഞങ്ങൾ ഒരുമിച്ച് കൂടെ പഠിച്ചത്. ഒരുപാട് നല്ല ഓർമ്മകൾ ഷിയാബ് ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് സമ്മാനിച്ചിട്ടുണ്ട്. ഷിയാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല ഇൻസ്പയറിംഗ് ക്യാരക്ടറാണ് ഷിയാബ്. ഷിയാബിൻ്റെ കൂടെ പഠിക്കുമ്പോൾ BA ഇംഗ്ലീഷ് എന്ന രീതിയിലല്ല ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്, ഷിയാബിൻ്റെ ക്ലാസ് എന്ന രീതിയിലായിരുന്നു. പുറത്ത് കോളേജിലായാലും ഷിയാബ് ഞങ്ങളെ കോളേജിന് വേണ്ടി ഒരുപാട് പേര് സമ്പാദിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യത്തിനും വളരെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുക എന്നതാണ് ഷിയാബിന് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഓരോ കാര്യത്തിനും ഇത്രയും പോസിറ്റീവായി എങ്ങനെ അപ്രോച്ച്, കോൺഫിഡൻറ്റോട് കൂടി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഷിഹാബ്, എനിക്കൊരു ചോദ്യമുണ്ട്. ഷിഹാബിൻ്റെ സ്വാഭാവികമായിട്ടും ഷിഹാബ് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. നമ്മൾ ഒരുപാട് പേരെ കാണുന്നു. അപ്പം മനസ്സ് മടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളിൽ തന്നെ ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഡിസ്പിരിറ്റഡായി ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് വലിയാം. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകളൊക്കെ മനസ്സിൽ വരുമ്പോൾ എന്താ ഷിഹാബുദ്ദീൻ ചെയ്യുന്നത്? അത് അങ്ങനെ തോന്നലുകൾ വരില്ലേ? വന്നിട്ടില്ല പറയുകയാണെങ്കിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ മാക്സിമം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും. അല്ല ഷിഹാബുദ്ദീനെ, മറ്റു കുട്ടികളൊക്കെ ഓടി ചാടി കസർത്തി നടക്കുന്ന സമയത്ത് ഷിഹാബുദ്ദീൻ്റെ ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രിക്കറ്റ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സാർ ഓടി ചാടി നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാൽ, അപ്പോൾ അനിയനൊക്കെ പുറത്ത് പോയി ക്രിക്കറ്റ് കളിക്കുന്നു. എൻ്റെ സെയിം ഏജിലുള്ള കുട്ടികളൊക്കെ പുറത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ ജനവാതിലൂടെ ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് പറയും, നിങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ബാറ്റ് ഒന്ന് റൂമിലേക്ക് കൊണ്ടുതരണം, എനിക്കൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ അവരില്ലാത്ത സമയത്ത് ബാറ്റ് എടുത്ത് എല്ലാ കുട്ടികളും ക്രിക്കറ്റ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ആ ക്രിക്കറ്റ് ബാറ്റ് എടുക്കാൻ തന്നെ വലിയ പ്രാക്ടീസ് ആയിരുന്നു. ഒന്ന് പൊക്കി കിട്ടണമെങ്കിൽ തന്നെ രാവിലെ ജിം എടുക്കുന്ന ഒരു പ്രതീതിയാണ് ക്രിക്കറ്റ് ബാറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, സാധാരണ ഉള്ള പോലെ കളിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആ ആഗ്രഹങ്ങൾ പിന്നെ സാധിച്ചത് ഞാൻ അകത്തുനിന്ന് പ്രാക്ടീസ് ചെയ്തു, പിന്നെ പുറത്തിറങ്ങി ക്രിക്കറ്റ് കളിച്ചു. ഈ കൈകൾ വെച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. ഷിഹാബുദ്ദീൻ നമുക്കൊക്കെ ഒരു അത്ഭുതമാകുന്നതാണ്. സാർ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ക്രിക്കറ്റ് കളിക്കുന്ന വാർത്ത അറിഞ്ഞിട്ട് ശ്രീശാന്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷം. കാരണം ഞാൻ മലയാളിയാണ്, ശ്രീശാന്തും മലയാളിയാണ്. അപ്പോൾ ഒരു മലയാളിയെ ക്രിക്കറ്റ് താരം വേറെ മലയാളിയെ ക്രിക്കറ്റ് താരത്തെ വിളിച്ചു. ഞാൻ ബാറ്റിംഗ് അല്ലേ, ശ്രീശാന്ത് ബോളറാണ്. മൂപ്പർ ബാറ്റ്സ്മാനും മറ്റേ ആള് ബോളറുമാണ്. അപ്പൊ അവര് തമ്മിലുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ഇരിപ്പ്. പിന്നെ നേരത്തെ ചോദിച്ച കൂട്ടുകാരനെ എൻ്റെ കൂടെ +2 പഠിക്കാൻ തുടങ്ങി, ഡിഗ്രി 3 വർഷം ഒരുമിച്ച് പഠിച്ചു. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് അവൻ ക്ലാസ്സിലേക്ക് എപ്പോഴും പോകുക. അവൻ നേരെ വീട്ടിലേക്ക് ബൈക്കുമായിട്ട് വരും. അവൻ ബൈക്ക് ഓടിക്കും, ഞാൻ സെൻട്രലിൽ ഇരിക്കും. ബാക്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുഹൈൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളായിരുന്നു ഏകദേശം ഒരു 2.5 വർഷം ഈ സാൻഡ്വിച്ച് ഒക്കെ പോലെ. പക്ഷെ ഏറ്റവും ഒരു എനിക്ക് കോമഡി ആയിട്ട് ഓർമ്മ വരുന്നത്, ഞങ്ങൾ 3 പേര് ബൈക്കുമ്പോൾ പോകുമ്പോൾ ദൂരേക്ക് പോകുന്ന സമയത്ത് കോളേജ് അല്ലാതെ വെറുതെ പുറത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. കോളേജിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് പിടിക്കും. ഈ 3 പേരെ വെച്ച് പോയിട്ട് അത് ദൂരെ നിന്ന് കാണുമ്പോൾ 3 പേരായിട്ട് പോലീസ് പിടിക്കും. അടുത്ത് താഴേക്ക് നോക്കുമ്പോൾ 2 കാലും 3 പേരും. അപ്പോൾ പോലീസിൽ കൺഫ്യൂഷൻ, ഇത് പിടിക്കണം അത് വെറുതെ വിടണം കൺഫ്യൂഷൻ. അപ്പം അങ്ങനത്തെ കുറേ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിച്ച പോലെ സങ്കടങ്ങൾ ഉണ്ടാവും കേട്ടോ, സ്വാഭാവികമായിട്ടും. പക്ഷേ അത് അധികം സങ്കടമെന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കാറില്ല. സ്വാഭാവികമായിട്ട് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്, എത്ര നമ്മൾ കോൺഫിഡൻസോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എത്രയും പ്രിയപ്പെട്ട ചിലരൊക്കെ പറയാറുണ്ട്, എത്ര ശ്രമിച്ചാലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും, ഒരു ടെൻഷൻ വരും, ശരിയാണോ എന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ പിന്നെ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞു മക്കളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞു മക്കൾ കാണുമ്പോൾ അവർക്ക് സങ്കടം വരും, എന്നെ കാണുമ്പോൾ അവർ കരയും. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമല്ല, അവരെന്നെ കാണുമ്പോൾ തന്നെ കരയും.
പക്ഷെ അതിന് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കാണുന്ന സ്ട്രക്ചർ സാധാരണ ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ കാണുമ്പോൾ അവർ കരയുന്നതിന് ഒരു സൊല്യൂഷൻ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം അത് മാത്രമാണ് ലൈഫിൽ എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്ത് വന്നാലും എനിക്ക് സങ്കടമാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഷിഹാബുദ്ദീൻ ഇതൊക്കെ തന്നെ ഷിഹാബുദ്ദീൻ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ക്രിക്കറ്റ് കളിക്കുന്നു, പെയിന്റ് ചെയ്യുന്നു, എന്താ കളിക്കാത്ത? ഫുട്ബോൾ കളിക്കുന്നു. അല്ല, ഫുട്ബോൾ കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നന്നായിട്ട് ഫുട്ബോൾ കളിച്ചാൽ പത്രത്തിൽ വരും എന്നുള്ള പേടിയുള്ളതുകൊണ്ട്. കാരണം അല്ല, ഇതിലെ ഏതൊരു സിനിമയിൽ മറ്റേ പത്രക്കാരെ കൊണ്ട് തോറ്റു വരട്ടെ. ഷിഹാബ് ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് പ്രിപ്പയർ ചെയ്തത് നീ അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ്റെ അവസാനത്തെ സ്ലൈഡ് ഇങ്ങനെയായിരുന്നു. നീ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് ചിത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ കൈയില്ലാതെ ജനിക്കുന്നത് അയാളുടെ കുറ്റമല്ല, പക്ഷേ അയാൾ ചിത്രം വരച്ചില്ലെങ്കിൽ അത് അയാളുടെ മാത്രം കുറ്റമാണ്. കുട്ടികൾ ഞെട്ടിപ്പോയി, എന്തായി പറയുന്നതെന്ന് ഓർത്തിട്ട്. പക്ഷേ നീ അവരോട് പറഞ്ഞു, അവനവനെക്കുറിച്ചുള്ള ചിത്രം അവനവൻ വരച്ചിരിക്കണം, മറ്റുള്ളവർ നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു ചിത്രം വരച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഷിഹാബ്, നീ ഇതിനോടകം അനേകം ചിത്രം നിന്നെക്കുറിച്ച് വരച്ചു കഴിഞ്ഞു. അന്ന് നീ പറഞ്ഞു ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ആകണമെന്ന്, പിന്നെ പറഞ്ഞു ഒരു മോട്ടിവേറ്റർ ആകണമെന്ന്, പിന്നെ അധ്യാപകനാകണമെന്നൊരു സ്വപ്നം നമ്മൾ തമ്മിൽ പങ്കുവച്ചിട്ടുണ്ട്. ജേർണലിസ്റ്റ് ആകണമെന്ന് പറഞ്ഞായിരുന്നു BA ഇംഗ്ലീഷും ജേർണലിസവും കൂടെ കൂട്ടി പഠിച്ച സമയത്ത്. ഷിഹാബ്, യഥാർത്ഥത്തിൽ നീ ഏത് ചിത്രമാണ് നിന്നെക്കുറിച്ച് വരച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് എനിക്കിപ്പോൾ ആകാംക്ഷയുണ്ട്. ലോകത്തിനും ആകാംക്ഷയുണ്ട് മോനെ. മാത്യു സാർ എന്നെ ട്രെയിനിങ് ഫീൽഡിലേക്ക് കൊണ്ടുവന്ന സാറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് സ്ലൈഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്വപ്നം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഗ്രഹം വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം മമ്മൂക്കനെ നേരിട്ട് കാണുക എന്നുള്ളൊരു ഡ്രീമായിരുന്നു കുറച്ച് കാലം വരെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് മമ്മൂക്കനെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മമ്മൂക്ക എന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് 23 വയസ്സുണ്ടല്ലോ. മേ ബി 13ാമത്തെ വയസ്സിന് ശേഷം ദുൽഖർ സൽമാനെ പോലും മമ്മൂക്ക അതിനെ എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മമ്മൂക്കനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആഗ്രഹം സിനിമ ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ അവസാനമാണ്. ആ സേഫ് സോണിൽ എത്തുന്നതോടുകൂടി നമുക്ക് പിന്നെ വളർച്ചയില്ല, നമുക്ക് പിന്നെ ഒന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരിക്കലും സേഫ് സോണിൽ എത്തരുത്. ഞാൻ ലൈഫിൽ അവസാനം വരെ ഇങ്ങനെ അതെ. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഓരോ ഡ്രീം കഴിഞ്ഞാലും അടുത്ത ഡ്രീം എന്താണ് ഷിഹാബ്? സിനിമ എന്ന് പറയുന്ന ഡ്രീം ഉണ്ട്. പിന്നെ ട്രെയിനിങ് ഫീൽഡ് ഒരു അക്കാദമി തുടങ്ങണം, ട്രെയിനിങ്ങിന്റെ. നല്ലൊരു അഭിനേതാവാണെന്നാണോ? എനിക്ക് അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. ഒരു കഥ മനസ്സിലുണ്ടായിരുന്നു, അത് ഒരു നല്ല ഡയറക്ടറെ കണ്ട് പറയണം. കഥയൊന്നും പുറത്ത് പറയരുത് കേട്ടാ, ഈ അനീഷ് മോഷ്ടിച്ചോണ്ട് പോകും. ഞാൻ ആ ഫീൽഡിലേക്ക് നോക്കുന്നില്ല. പിന്നെ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്താവും മനസ്സിലാവുന്നത് എന്റെ സ്റ്റോറി ആണല്ലോ എന്നല്ലേ. ഇല്ല, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല.